കേരളത്തിലെ വളണ്ടിയറിംഗ് കൾച്ചറും അതുപോലെ തന്നെ പുറത്തുള്ള രാജ്യങ്ങളിലെ വളണ്ടിയറിംഗ് കൾച്ചറും അബൌട്ട് സാറിന് തോട്ട് വിഷയം അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വോളണ്ടിയറിങ്ങിന് അങ്ങനെ ഒരു പരമ്പരാഗതമായ ഒരു കൾച്ചറൊന്നും ഇല്ലെങ്കിലും ആവശ്യ നേരത്ത് നമ്മുടെ ആളുകൾ ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങി പ്രശ്നങ്ങളെ നേരിടാൻ സഹായിക്കുന്ന ചെറുപ്പക്കാരില്ലേ. നമ്മുടെ പ്രളയകാലത്ത്, കോവിഡ് കാലത്തൊക്കെ നമ്മുടെ കേരള സമൂഹം അവിടുത്തെ ചെറുപ്പക്കാർ മുന്നിട്ടിറങ്ങുന്നതും സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നമ്മൾ ഒരു സിവിക് സെൻസിന്റെ ഭാഗമായി അത്തരത്തിൽ പരിശീലനം കൊടുക്കുന്നില്ല എന്നുള്ള വാസ്തവം. പക്ഷെ ആവശ്യം വരുമ്പോൾ നമ്മൾ ഇറങ്ങും. നമ്മൾ ഏറ്റവും മികച്ച ജനസമൂഹങ്ങളിൽ ഒന്ന് തന്നെ, അതിനകത്തൊരു തർക്കമില്ല. ലാളിച്ച് വഷളാക്കി കളഞ്ഞോ ചിലപ്പം എന്ന് മാത്രം ഒരു സംശയമുള്ളൂ. നമ്മൾ ഏറ്റവും മികച്ച ജനസമൂഹം തന്നെയാണ്, യുക്തിപൂർവ്വം ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാൻ അറിയുന്ന ജനസമൂഹം തന്നെയാണ്, ഒരു സംശയവുമില്ല. ഒന്ന് അല്പം കൂടി ആ സിവിക് സെൻസിലേക്ക്, സാമൂഹ്യ ബോധത്തിലേക്ക്, കുറച്ചുകൂടെ നിയന്ത്രണങ്ങളിലേക്ക്, അച്ചടക്കത്തിലേക്ക് നമ്മുടെ യുവതലമുറയെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറയെ വളർത്തിയാൽ ലോകത്തിലെ ഏറ്റവും പ്രതിഭാശാലികളായി മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ലാത്ത ജനസമൂഹമാണ്. അതുകൊണ്ടാണല്ലോ ഈ 145ാമത്തെ രാജ്യത്തും പോയിട്ട് ഞാൻ ധൈര്യമായിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നത്. ഇല്ലെങ്കിൽ അവിടെ എവിടെയും താമസിച്ചു പോയത്. എനിക്ക് ഈ നാടിലാണ് വിശ്വാസം, ഈ നാടിൽ തന്നെയാണ് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഒരു സംശയവുമില്ലാതെ ഞാൻ പറയും, നമ്മുടെ നാട്, നമ്മുടെ ജനങ്ങൾ, നമ്മുടെ യുവസമൂഹം ഏറ്റവും മിടുക്കൽ തന്നെയാണ്. പക്ഷെ അവരെ ഈ പറഞ്ഞ പോലെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട്, ഒന്ന് മോൾഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്.